ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അരക്കണ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം അത് വെള്ളം ഒഴിച്ചിട്ട് കഴുകുക. നമ്മൾ കഴുകണം. ഇത് എവിടെയൊക്കെ കിടന്നിരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. ശരി, വെള്ളം പോണണ്ട. ഉണക്കച്ചെമ്മീനിലേക്ക് ഇത്ര ചെളി ഉണ്ടാവുമോ? പിന്നില്ലേ, എവിടെ ഇട്ടിട്ട് ഉണക്കണത് ആരാണ് എടുത്ത് പറയാൻ നമുക്കറിയില്ല. അപ്പൊ ഞാനത് കഴുകിയെടുക്കും. എല്ലാവരും കഴുകിയെടുക്കും. നല്ലോണം കഴുകിയെടുക്കാം. കഴുകിയിട്ട് നമ്മളെന്ത് സാധനവും കഴുകി ഉപയോഗിക്കണല്ലേ നല്ലത്. കഴുകുക. കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മളിതിന് വറക്കാനുള്ളതാണ്. അപ്പൊ വെള്ളം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയല്ലേ. കഴുകിയിട്ട് ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക. വെള്ളം പാടില്ല. ശേഷം മതി. ഞാൻ കുറച്ച് ഒഴിക്കുള്ളൂ. എടി, അപ്പൊ നീ എന്റെ തലയും വാലും ഒന്നും കളയുന്നില്ലേ? തലേ വാലും തിന്നിട്ട് ഒരു കുഴപ്പമില്ല. ഇത് ഉണങ്ങിയിരിക്കുന്ന സാധനല്ലേ, പച്ചമീനല്ലല്ലോ, ഉണങ്ങിയതല്ലേ. അതെ, ചില തലയും വാലും കളയുന്ന കാണാം. ഞാനൊന്നും കളഞ്ഞില്ല. അപ്പൊ ഇത് കഴിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും പറ്റില്ല. ഞാൻ ഗ്യാരണ്ടി. ഞാൻ സ്ഥിരം ചമ്മന്തിന്റെ ചിലര് തലയും വാലും കളയുന്നതാണ്, അതുകൊണ്ട് ചോദിച്ചാ. ഇന്നിപ്പോ ചെമ്മീൻ ചമ്മന്തി അരക്കണുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നിന്നെ വിളിച്ചതാ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ചെമ്മീൻ എളുപ്പത്തോട്ട് ഇടുന്നു. ഇളക്കി കൊടുക്കാം. നല്ലോണം മൊഴിക്കണത് വരെ ഇളക്കി കൊടുക്കാം. എന്നാലും ആ പണ്ട് അമ്മമാരുണ്ടാക്കി തന്ന രുചിയൊന്നും ഒരു ഫുഡിനും ഇല്ല പറയാറുണ്ട്. പക്ഷെ എന്നാലും ആ കല്ലിൽ അരക്കണ രുചി എന്തായാലും പോകൂലല്ലോ. കല്ലെന്നും കല്ല് തന്നെയല്ലേ. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരിഞ്ഞ് കിട്ടണ വെള്ളം ഉണ്ടായില്ലേ, വെള്ളം മാറുന്ന കിട്ടണ്ടേ. മാത്രല്ല ഇത് കല്ലിലിട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ഇത് പൊടിയാവണം. അരച്ച് ചേർക്കണമല്ല. ഞവഞ്ഞിരുന്നാ പറ്റില്ലല്ലോ. കുറച്ചേരം ഇളക്കണം. ഞാൻ ചെമ്മീയുടെ തലമാലൊന്നും കളഞ്ഞിട്ടില്ല. കഴിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് വീഡിയോ കാണുന്നവര് എന്നെ ഇവിടെ ഇരുന്നിട്ട് പൊങ്കാലിടരുത്. അത് കളഞ്ഞില്ല ഇത് കളഞ്ഞില്ലെന്ന് പറയുന്നത് ഞാൻ കളയാറില്ല. ഞാൻ മനഃപൂർവ്വം ചെയ്യണല്ലാണ്ട് എനിക്ക് ഓർമ്മയില്ലാത്തോണ്ട് ഞാൻ അങ്ങനെ ചെയ്യണല്ല. ഞാനിത് ചെമ്മീൻ ചമ്മന്തിക്ക് തലമാലൊക്കെ ഞാൻ ഇടാറുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് നിർത്തി. ചൂട് ആറട്ടെ. വെച്ച് ചൂടാറാണ്ട് അമ്മിക്കല്ലുമിട്ട് എൻ്റെ കയ്യുള്ളത്തില്ല. നീ ഒരു കാര്യം ചെയ്യാമോ? അവിടെ തേങ്ങ ഇരിക്കണ്ട്. പൊട്ടിച്ചിട്ട് തേങ്ങ ഒരു മുറി ചേരുന്നുണ്ട്. ചെല്ലി പണി തരുവാ. ഒരാൾ മാത്രം കഷ്ടപ്പെട്ട് കഴിച്ചാൽ രസം ഉണ്ടാവില്ല. രണ്ടുപേര് കഷ്ടപ്പെടണം, എന്നാലാണ് ഒരു രസം ഉണ്ടാവുക. ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ്. കുരുകുരാന്നാക്കരുത്, തരണ്ടാനുള്ളതാണ്. അത് വലുതാക്കി പൊതക്കനാക്കി തന്നു കഴിഞ്ഞാൽ അമ്മിക്കല്ലുമിട്ട് അരക്കണ ഞാനാണേ. നിന്നെ കൊണ്ട് അരപ്പിക്കും. തേങ്ങ കളയരുതിട്ടാ. എനിക്ക് വേണം. നിനക്ക് വേണ്ടേ? കുടിച്ചോടാ. അത് ശരി. എനിക്ക് വേണ്ട. ഈ തന്നെ കുടി. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം തേങ്ങ വെള്ളം. നല്ല മധുരമുണ്ട്. ആണോ? എന്റെ തേങ്ങ ചേരണ്ടി തുടങ്ങി. ചിരണ്ടി കഴിഞ്ഞ് ഇൻഗ്രീഡിയൻസ് പറയാം. ചെമ്മീൻ വറുത്ത് വെച്ചേക്കണ്, കല്ലുപ്പ്, പുളി, കറിവേപ്പില, ഇത് മുളകാണ്, പച്ചമുളക്, കാന്താരി മുളകും അല്ല, ഇത് നല്ല എരിവുള്ള ഉണ്ടമുളക് പോലത്തെ അങ്ങനത്തെ മുളകാണ്. അപ്പൊ ഉണ്ട മാറി ഷേപ്പൊക്കെ മാറി മാത്രേ ഉള്ളൂ. ഇച്ചിരി മുളക് പൊടി, ഇതിന് നല്ല എരിവുള്ളത് കൊണ്ട് ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി കല്ലിലിട്ട് നമുക്ക് അരക്കാം. തേങ്ങ കല്ല് ഞാൻ നേരത്തെ കഴുകിയിട്ടേക്കണേന്ന്. നമുക്കിത് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ കല്ലിലിട്ട് ഇങ്ങനെ
ഇതാക്കുമ്പോ പൊടിഞ്ഞ് കിട്ടണം. അതാണ് അതിന്റെ പാകം. വേണ്ട അത്ര പൊടിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഇടയാണ്. തേങ്ങ ഇടണേന്ന് എല്ലാം ഇട്ടല്ലേ? എല്ലാം ഇടും. കറിവേപ്പില ഇച്ചിരി ചേർത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്ത് കറി ഇടുമ്പോഴും കറിവേപ്പില. അതിപ്പോൾ ചമ്മന്തി ആയാലും അതെ, സാമ്പാറായാലും അതെ, ഇറച്ചിക്കറി ആയാലും അതെ, കറിവേപ്പില ഇടുവാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതും നല്ല പച്ച കറിവേപ്പില തന്നെ ഇടാൻ നോക്കണം അല്ലേ? മുളക് ഭയങ്കര വേണം. അതിൻ്റെ മുളകിൻ്റെ കുത്തൽ ഇവിട്ടം വരെ വരുന്നുണ്ട്. ക്ലിന്റ് ചമക്കുന്നുണ്ടായിരുന്നു. ആ കാണുന്ന ഒരു മുളക് വളരെ ചെറുത്. പക്ഷെ എരിവുണ്ടല്ലോ, നല്ല അച്ഛൻ്റെ എരിവാണ്. നമ്മുടെ ഇവിടെ തൊടിയിലുണ്ടാവണ വേണ്ട. അരക്കൽ കഴിഞ്ഞ്. ഇതാണ് അതിൻ്റെ പാകം. ഇനി ഞാനിത് വാങ്ങിയെടുക്കുകയാണ്. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ കല്ലുമ്മ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി. ഇങ്ങനെ വാങ്ങാം. ഇനി ഇതിനൊരു സ്റ്റൈലൊക്കെ ഉണ്ട്, കാണിച്ചില്ല. ഒരു നേരത്തേക്ക് എനിക്കിത് മതി ധാരാളം. കണ്ട, ഒട്ടും വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരച്ചേക്കുന്നത്. ഉരുണ്ട് വരാത്ത എന്താണ്? എന്ത് ഉരുണ്ട് വരാത്തെ? ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നീ കണ്ടല്ലേ? ഇപ്പായില്ലേ? ഇപ്പോൾ ആയി. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി എല്ലാവർക്കും കഴിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല പിന്നെ നല്ല സൂപ്പർ. എടുക്ക്, എടുത്തു കഴിക്ക്. എങ്ങനെയുണ്ട്? എരിവുണ്ട്, നല്ല എരിവുണ്ട്. എരിവ് വേണം. എനിക്ക് എരിവ് വേണം. ഞാൻ ഇവിടെ എല്ലാവർക്കും എരിവ് വേണം. എനിക്ക് എരിവ് വേണം. അല്ല, നല്ല എരിവുണ്ടെന്ന് പറഞ്ഞാ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അതുകൊണ്ടാ ചെമ്മീൻ്റെ തേങ്ങയുടെ ഒക്കെ രുചി വരുന്നത്. നല്ല എരിവ്. പിന്നെ തിന്നുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഇനി ഇത് നിർത്തിയില്ലെങ്കിൽ ഇവൻ അത് മുഴുവൻ തിന്ന് തീർക്കും. അപ്പൊ ശരി, ഓക്കെ, അപ്പൊ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ.